നല്ല കാറ്റത്ത് മുരിങ്ങയുടെ കൊമ്പ് വീണു. അപ്പോൾ കുറേ മുരിങ്ങയിലുണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളത് പോയി വാങ്ങാനായിട്ട് പോയി. അത് കൊടുന്ന് അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടി വേഗം നന്നാക്കി എടുത്തു. അത് കഴുകി ഉപ്പും മഞ്ഞൾപ്പൊടി തേങ്ങയൊക്കെ ഇട്ട് നന്നായി തിരുമ്മി വെച്ചിട്ടുണ്ട് കേട്ടോ. ഉള്ളിയും മുളകൊക്കെ മൂപ്പിച്ചിട്ട് അതിലേക്ക് മുരിങ്ങയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മാന്തൾ ഇന്നലെ രാത്രി കിട്ടിയത് നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വേഗം തന്നെ ഒരു മുളക് കറി വെക്കാമെന്ന് വിചാരിച്ചു. മുരിങ്ങയിലൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തു. അപ്പോൾ ഇത് ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതേ കറി അടുപ്പത്ത് വെക്കാനായിട്ടോ. നന്നായി തിളച്ച് വറ്റി വന്നപ്പോൾ അതേ മാന്തൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ മാന്തളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും മാന്തൾ നല്ല ഇഷ്ടമാണ് കേട്ടോ. അത് നന്നായി വറ്റി വന്നപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മേലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്നലെ മസാല പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു, അതൊന്ന് വേഗം വറുത്തെടുത്തു. പണികളൊക്കെ വേഗം കഴിഞ്ഞു. പിന്നെ പരിപ്പ് പായസം കുടിക്കാൻ കുറച്ച് ദിവസമായി ഒരു ആഗ്രഹം തുടങ്ങിയിട്ട്. അപ്പോൾ കുറച്ച് പരിപ്പ് ഇരിക്കുന്നുണ്ടായിരുന്നു, അത് പായസം ഉണ്ടാക്കിയെടുത്തിട്ട് വേഗം കുക്കറിൽ വേവിച്ചിട്ട് തന്നെ വേഗം പായസം ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ അതെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറ് വിളമ്പിക്കൊണ്ടിരിക്കുന്ന കുറച്ച് പപ്പടം കൂടി വറുത്തെടുത്തു കേട്ടോ. പരിപ്പ് പായസം പപ്പടം കഴിക്കാനായിട്ട് കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതും കൂടി വറുത്തെടുത്തു. പിന്നെ ഞങ്ങൾ ചോറിനിട്ടെ.